ക്ലൗഡ് ഓഫ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന മേഘമലയിലേക്കാണ് നമ്മുടെ യാത്ര. ലാസ്റ്റ് എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ചെറിയൊരു റീക്യാപ്പ് പറയാം. കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാർ റൂട്ട് പിടിക്കാതെ ഇടുക്കി റൂട്ട് വഴിയാണ് യാത്ര. അടിപൊളി റൂട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളച്ചാട്ടവും പച്ചപ്പും ഒക്കെ ആയിട്ട് വേറെ ലെവൽ റൂട്ട്. വരുന്ന വഴിക്ക് ചതുരക്കപ്പാറ ഒന്ന് കയറി. പിന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡ് പിടിച്ച് ഹോസ്റ്റലർ മൂന്നാറിലായിരുന്നു സ്റ്റേ. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഹോസ്റ്റലറിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഗ്യാപ്പ് റോഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായയും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കഴിച്ച് തേനി ചിന്നമന്നൂർ വഴി മേഘമലയിലേക്ക്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. സോ നമ്മൾ മേഘമലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റലറിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ ഗ്യാപ്പ് റോഡ് പിടിച്ചിട്ട് ഗ്യാപ്പ് റോഡിൽ നിന്ന് പൂപ്പാറ വഴി, പൂപ്പാറയിൽ നിന്ന് ബോഡിമേട്ട്, ബോഡി വഴി തേനി കയറിയിട്ടാണ് നമുക്ക് മേഘമലയിലേക്ക് എത്തേണ്ടത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സാണ് മേഘമലയിലേക്കുള്ളത്. അറൗണ്ട് 3 hours ആണ് ഈ ജേണിക്ക് വേണ്ടത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തമിഴ്നാട് കയറി കഴിയുമ്പം തണുപ്പ് കുറഞ്ഞു തുടങ്ങും. പിന്നെ നേരെ ഹൈവേ തേനിയൊക്കെ എത്തുമ്പം തണുപ്പ് മാറി നല്ല ചൂടാവാനാണ് ചാൻസ് ഉള്ളത്. സ്ട്രെയിറ്റ് സ്ട്രെച്ചസ് ഓഫ് റോഡായിരിക്കും പിന്നെ അങ്ങോട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ചിന്നമന്നൂർ എത്തിയിട്ട് നമ്മൾ മേഘമല കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പ് വീണ്ടും വരുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മേഘമല. അധികം ആൾക്കാരൊന്നും അധികം ഇപ്പോഴും ചൂസ് ചെയ്യാത്തൊരു സ്ഥലമാണ്. പലർക്കും മേഘമല എന്ന സ്ഥലത്തിനെ കുറിച്ച് അറിയ പോലും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ഥലമാണ്. ആ ഫേവറേറ്റ് ആവാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വ്യൂസാണ്. ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ് വ്യൂസാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോട അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അധികം ആളുകൾ അങ്ങോട്ട് പോവാത്തതുകൊണ്ട് അതിനൊരു നീറ്റ്നെസ്സും അതിനൊരു ക്ലീൻ ഫീൽ, ഒരു റോ ഫീൽ, ഒരു നേച്ചറിൻ്റെ റോ ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. നമ്മളങ്ങനെ കേരളം കഴിഞ്ഞ് തമിഴ്നാട് കയറിയിരിക്കുകയാണ്. അത് അറിയാൻ തന്നെ ഉണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അത്രയും തണുപ്പും അത്രയും കോടയും അത്രയും മഴയൊക്കെ കൊണ്ടുവന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ ഉള്ളത്. ചൂട് കാറ്റാണ്. വൈസറൊക്കെ ഞാൻ അടച്ചു വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഡിഫറൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-25 കിലോമീറ്ററേ ഉള്ളൂ. ആ ചേഞ്ച് അത്ര സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടുത്തെ മലകളൊക്കെ കണ്ടില്ലേ, കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ്. ഇവിടുത്തെ മൺസൂൺ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഒരു 2 മാസം കൂടെ കഴിയും ഇവിടെയൊക്കെ മഴ പെയ്ത് തുടങ്ങാനായിട്ട്. മേഘമല എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. മേഘമല നമ്മളെ നിരാശപ്പെടുത്തുമോ ഇല്ലയോ എന്താണെങ്കിലും കണ്ടറിയാം. എല്ലാവരും ഫ്യൂവൽ അടിച്ചിട്ടാണ് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത്. പക്ഷേ എല്ലാവരുടെയും ഫ്യൂവൽ ഓൾമോസ്റ്റ് തീരാറായിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഹാഫ് ടാങ്കിൻ്റെ അടുത്ത് ഫ്യൂവലുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫ്യൂവൽ വെച്ച് തന്നെ നമുക്ക് മേഘമല എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരമൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ നേരെ തേനി ചിന്നമന്നൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് തണലുണ്ട്. അല്ലാത്ത സമയം നല്ല കട്ട വെയിലായിരുന്നു. ഇത്രയും വെയിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അവിടുത്തെ തണുപ്പും അവിടുത്തെ കോടയൊക്കെ കണ്ടപ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് കരുതിയില്ല. ൊക്കെ ഈസി ആയിട്ട് കയറുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡിൽ ഓടിക്കുന്നത് ഈ വണ്ടി. നമ്മളിവിടെ റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ കൈയൊക്കെ പൊള്ളുന്നു. ഇവിടെ ഒരാള് ഷർട്ടൊന്നും ഇല്ലാതെ സീൻ മൂഡ് കുറച്ച് സൈഡ് വന്നിരുന്നെങ്കിൽ പോവായിരുന്നു.
നമ്മളിപ്പോൾ തേനി എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തേനി ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമോ എന്ന് പോലും അറിയില്ല. നമ്മൾ നേരെ തേനിന്ന് ചിന്നമന്നൂർ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറൗണ്ട് ഒരു 55-56 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇനി മേഘമലയിലേക്ക്. ഈ ക്ലൈമറ്റൊക്കെ കാണുമ്പം അവിടുത്തെ ക്ലൈമറ്റ് മോശമാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. റോഡിങ്ങനെ ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പക്ഷേ കെയർഫുള്ളായിട്ട് തന്നെ ഓടിക്കണം. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് വണ്ടി കയറി വരുന്നത്. ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. സോ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി പാളാനും ചാൻസ് കൂടുതലാണ്. റോഡ് മാത്രമേ നല്ലതായിട്ടുള്ളൂ. നമ്മളങ്ങനെ ഓ ഷെറ്റ് ഓ ഫക്ക് വാട്ട് വാസ് ദാറ്റ്? എന്ത് വരവാണോ വന്നത്? ടോൾ ഗേറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ബൈക്കിൽ വരുമ്പോൾ ടോൾ കൊടുക്കണ്ടല്ലോ. കാറിൽ വരുമ്പോൾ ഇതെല്ലാം പൈസ കൊടുത്ത് വരേണ്ട വഴിയാണല്ലോ. എനിക്ക് ടോള് കൊടുക്കുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയേക്കാണ്. അനീഷ്ക എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. റൈഡ് എങ്ങനെ ഉണ്ടായി? രക്ഷയില്ല. തണുപ്പിന്ന് വെയിലത്തേക്ക് വന്നപ്പോൾ ഉള്ള ഫീൽ എങ്ങനെയുണ്ട്? ഇനി നമ്മ മോളിൽ കയറുമ്പോ മഴ പ്രതീക്ഷിക്കുന്നു. നല്ല മഴ ഉണ്ടോ? എങ്ങനെയുണ്ട് റൈഡ്? അയ്യോ എന്നാ വേണ്ട. ആജിവേ, നാട്ടുകോഴി ബിരിയാണി വെയിറ്റിംഗ്. മീൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കനൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പം പിന്നെ സുധിച്ചേട്ടനെ കാണാനില്ല. സുധിച്ചേട്ടൻ എങ്ങോട്ടോ ഏതാണ് പറഞ്ഞേക്കുന്നത്? എഗ് ഫ്രൈഡ് റൈസ് കിട്ടിയാലേ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാല്ലേ. ഇത് വന്ന് സ്പെഷ്യൽ நம்ம ஸ்பெஷல் வந்து நாட்டுக்கோழி. நாட்டுக்கோழி? ஆமாம் சார். நாட்டுக்கோழி ரொம்ப நல்லா இருக்குமா? நாட்டுக்கோழி மண்மான நாட்டுக்கோழி. மண்மான வச்சு சின்ன சில்லி உள்ளி போட்டு நாட்டுக்கோழி நம்ம ஸ்பெஷல். கண்டிப்பா சாப்பிட்டதுக்கு அப்புறம் சொல்லிடுவேன் எப்படி இருக்குன்னு. ஓகே சார், கண்டிப்பா. இதுக்கப்புறம் ஏதாவது இருக்கா சாப்பிட்றதுக்கு? சாப்பிட்றதுக்குன்னா மட்டன் ஐட்டம், மட்டன் சுக்கா இருக்குது, மட்டன் போட்டி, ஃபிஷ் ஐட்டம்ஸ். ஓகே, ஃபிஷ் வேண்டாம். ஃபிஷ் வந்து ஃபிஷ் வெஜிடபிள் பிடிக்காது. ஓகே சார். ஓகே, நம்ம நல்லி நம்ம ஸ்பெஷல் வந்து நல்லி நம்ம கஸ்டமர் காம்ப்ளிமெண்ட்டு நல்லி ஸ்பெஷல். ഓക്കെ. മേഘമല ഇനി നമുക്ക് 27 കിലോമീറ്ററേ ഉള്ളൂ. ചിന്നമന്നൂർ ഫോറസ്റ്റ് റേഞ്ച് എത്തിയിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ കാമാച്ചിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ കാമാച്ചിപുരം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് സ്ഥലം. എനിക്ക് തോന്നുന്നു സ്വപ്നക്കൂട് സിനിമയിലാണെന്ന് തോന്നുന്നു. ഇനി ഇതുവഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഘമല എത്തുന്നതാണ്. കുറച്ച് കിലോമീറ്റേഴ്സിൽ ഈ ആംബിയൻസ് എല്ലാം മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. പോണ വഴി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് മുമ്പേ നമ്മൾ കയറണം. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം മേഘമല വരാൻ പ്ലാൻ ഉള്ളവർ അത് പ്ലാൻ ചെയ്തിട്ട് വരിക. കുറേ വിൻഡ് മിൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിൽ. കുറേ വിൻഡ് പാടങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന ഏരിയ ആയിരിക്കും. റോഡിങ്ങനെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആ ഫ്രണ്ടിലുള്ള മലയുടെ മേളിലൊക്കെ റോഡ് കാണുന്നു. ഈ മല കയറിയാണ് നമ്മൾ മേഘമല എത്തേണ്ടത് എന്ന് തോന്നുന്നു. ഇത് തന്നെ കയറിയിട്ട് തന്നെയാണ് മേഘമല എത്തേണ്ടത്. പക്ഷേ ഈ മലകളൊക്കെ കണ്ടിട്ടേ കുറച്ച് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ട്. നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. കേരളത്തിലെ മൺസൂൺ പോലെ തമിഴ്നാട്ടിലും മൺസൂൺ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. നോക്കാൻ താണേലും ലെഫ്റ്റിലേക്കുള്ള പോകുന്ന വഴിയുടെ പേരാണ് അപ്പിപ്പട്ടി. നല്ല പേരല്ലേ അപ്പിപ്പട്ടി.
നല്ല കാറ്റ്. ഈ തെങ്ങൊക്കെ മറിഞ്ഞു വീഴുമോ അതാണ് ഡൗട്ട്. പിന്നെ മേഘമലയിലേക്ക് വരുന്നൊരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ലൊക്കേഷനിലേക്കൊക്കെ വരാൻ നേരത്ത് മേഘമലയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കായിരിക്കും പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പം ചിന്നമന്നൂരിട്ടിട്ട് മേഘമല ചോദിച്ചു പോവുക, അല്ലെങ്കിൽ ഹൈവേസ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങളെ മേഘമലയിൽ എത്തിക്കുന്നതായിരിക്കും. മേഘമല എന്ന ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി പാടും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയതിന് ഇവിടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം, എന്നാലേ കയറി പോകാൻ പറ്റുള്ളൂ. മേഘമല വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഡ്രോൺ അലൗഡ് അല്ല. അവർ കംപ്ലീറ്റ് എല്ലാ ലഗേജും അയച്ച് ചെക്ക് ചെയ്യും. നമ്മുടെ ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ കൊടുത്തേപ്പിച്ച് ലെറ്റർ ചെയ്ത് അയക്കുന്നത് നാളെ തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഡ്രോൺ ആരും കൊണ്ടുവരണ്ട, സാധനം മേടിച്ചോണ്ട് വരും. തിരിച്ചു തരും. പക്ഷെ തിരിച്ചു വരും. നാളെ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകണം. അതുകൂടാതെ തന്നെ പ്ലാസ്റ്റിക് കവർ, കുപ്പി, കാലിക്കുപ്പി സാധനങ്ങൾ അവസരം കൊടുക്കുക. ആ പ്ലാസ്റ്റിക് കുപ്പി എല്ലാം അവിടെ കൊണ്ട് അവിടെ നിക്ഷേപിക്കണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആരും പ്ലാസ്റ്റിക് ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു. ചൊവ്വാഴ്ച വേണ്ട, 6 മണിക്ക് മുമ്പ് കയറാൻ വേണം. റൈഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു 3 മണി 3:30 എങ്ങനെയുണ്ട് സൂചിച്ചേട്ടാ? എത്രാമത്തെ തവണ ഇപ്പൊ മേഘമലയിലേക്ക് വരുന്നത്? കുറച്ച് സൗണ്ടി പറ, ഒച്ചത്തിൽ പറ. എനിക്കതിപ്പോ ഇത് ചെക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഒരു 2 തവണ വന്നു, അത് 3-4 തവണ. മേഘമലയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സൂപ്പർ. ഇത് അവിടെ റേഞ്ച് ഒന്നുമില്ല, BSNL മാത്രമേ റേഞ്ച്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ BSNL സിം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. റേഞ്ച് കിട്ടാത്തില്ല. അങ്ങനെ നമ്മൾ മേഘമല ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല കാറ്റുണ്ട്, പക്ഷേ വലിയൊരു പച്ചപ്പൊന്നും കാണാനില്ല. 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടെ അത്ര വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഭയങ്കര ചെക്കിങ് ആയിരുന്നു. ബാഗെല്ലാം ഫുൾ അയച്ച് അവർ ചെക്ക് ചെയ്തു. കുപ്പി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഡ്രോൺ ഇപ്പം അലൗഡ് അല്ല, ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ പറത്താൻ ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. കുറച്ച് മേളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലത്തെ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉള്ളത്. റോഡൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ടാർ ചെയ്ത് കിടപ്പുണ്ട്. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. അരിക്കൊമ്പനും മേഘമലയ്ക്കും ചെറിയൊരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിക്കൊമ്പനെ സീനാക്കി ചിന്നക്കനാലിൽ നിന്ന് നേരെ കൊണ്ടിട്ടത് കുമളി പെരിയാർ ടൈഗർ റിസർവ് അവിടെയാണ് കൊണ്ടിട്ടത്. ആ സമയത്ത് അരിക്കൊമ്പൻ നടന്ന് തിരിച്ച് ചിന്നക്കനാലിലേക്ക് എത്തണമല്ലോ. ചിന്നക്കനാലിലേക്ക് എത്താൻ വേണ്ടി മേഘമല വഴിയാണ് അന്ന് തേനിയിലൊക്കെ ഇറങ്ങി കുറച്ച് സീനൊക്കെ ആയല്ലോ. ആ സമയത്ത് ഈ അരിക്കൊമ്പൻ വന്ന വഴിയാണ് മേഘമല വഴി. ആ സമയത്ത് ഇതുവഴി ബസ്സിൽ പോകുന്നവർക്കൊക്കെ അരിക്കൊമ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അരിക്കൊമ്പൻ ബസ്സിൻ്റെ നടുകിയാടുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അതിൻ്റെ കഴുത്തിന് ചുറ്റും റഡാർ പോലത്തെ സാധനം ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മേഘമലയിൽ അരിക്കൊമ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പറയേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വരുന്നതെന്ന് പറഞ്ഞാലും അരിക്കൊമ്പൻ വളർന്ന മണ്ണിൽ നിന്നാണ് നമ്മൾ വന്നത്. മറ്റേ ഗ്യാപ്പ് റോഡ് ചിന്നക്കനാലിൽ നിന്നാണ് വന്നത്. നമ്മൾ മേഘമലയിലേക്ക് എത്തി. അന്ന് അരിക്കൊമ്പനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അരിക്കൊമ്പൻ കുമളി വഴി ഈ മേഘമല കയറി ഇപ്പം നമ്മൾ വന്നതുപോലെ കാട് കയറി ചിന്നക്കനാല് തന്നെ തിരിച്ചെത്തിയേരാം. എന്താണേലും അരിക്കൊമ്പനല്ല, ഇവിടെ വേറെ കുറേ അധികം ആനകളുണ്ട്. അരിക്കൊമ്പനെ ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആന മാത്രമൊന്നുമല്ല, കടുവ, പുലി, കരടി എല്ലാ മൃഗങ്ങളും ഈ ഫോറസ്റ്റ് റേഞ്ചിൽ ഉണ്ടെന്നാണ് നമ്മളോട് ഫോറസ്റ്റുകാർ പറഞ്ഞത്. ഭയങ്കര ഒരു കാടാണ്.
പിന്നെ മനുഷ്യവാസം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊക്കെ കൂടുതൽ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട്. രാത്രിയായിരിക്കും കൂടുതൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അധികം വലിയ മഴ പെയ്തിട്ടില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുല്ലിൻ്റെ ഒന്നും കളറ് ഇങ്ങനെ ആയിരിക്കില്ല, നല്ല പച്ചപ്പായിരിക്കും. പക്ഷെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. പക്ഷെ റോഡ് കണ്ടില്ലേ, റോഡ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പണിതിട്ടേക്കുന്നത് അല്ലേ. ഇങ്ങനെ അധികം ആൾക്കാരൊന്നും പോവാത്ത സ്പോട്ടായിട്ട് പോലും നല്ല രീതിയിൽ പണിത് നീറ്റാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ റോഡ്. പണ്ട് ഇത് ഓഫ് റോഡ് റൂട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേ റോഡ് നല്ലതായിരുന്നു. പക്ഷേ ആ റോഡ് നല്ല രീതിയിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് കണ്ട റോഡിനേക്കാളും ബെറ്റർ ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. ഇപ്പോൾ ആ ചൂടൊക്കെ മാറി കുറച്ച് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചപ്പ് ചെറുതായിട്ട് ഇൻക്രീസ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഭയങ്കര ഉണങ്ങിയ ഫീലായിരുന്നു. എലിഫന്റ് ക്രോസിംഗ് സോൺ അതിനല്ല ഉണ്ടോ? നല്ല നിർത്താൻ പറ്റിയൊരു സ്ഥലം പോലെ തോന്നി, പക്ഷെ നിർത്തുന്നില്ല. ഇവിടെയൊക്കെ ആനിമൽസിനെ കൂടുതലായിട്ട് സ്പോട്ട് ചെയ്യുന്ന ഏരിയ ആണ്. കാറ്റ് ഭയങ്കര കാറ്റിട്ടാ. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് വീശുന്നത് പോലത്തെ ഫീലാ ചില സ്ഥലത്തൊക്കെ. ഇപ്പം നിന്നു ഈ മലയുടെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ആ കാറ്റിൻ്റെ ഫീലങ്ങ് പോയി. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി പോലെ ഉണ്ട് ചെറുതായിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. ക്ലൗഡ് ഓഫ് മൗണ്ടെയിൻസ് എന്നാണ് മേഘമലേനെ വിളിക്കുന്നതെങ്കിലും നമുക്കിതുവരെ ക്ലൗഡ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷെ കയറി തുടങ്ങിയല്ലേ ഉള്ളൂ, ടോപ്പിലുണ്ടാവും. നമ്മൾ മേഘമല എത്തിയിട്ട് അവിടെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. പൊക്കോ പൊക്കോ. ഒരു മനുഷ്യനില്ല, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. റോഡ് കുറച്ച് ഭീകരത കൂടി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. കുരങ്ങൻ പോണണ്ട. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലാൻഡ്സ്കേപ്പാണ്. ആ ലാൻഡ്സ്കേപ്പാണ് എനിക്ക് മേഘമലയോട് അത്ര ഒരു ഇഷ്ടം തോന്നിപ്പിച്ച കാര്യം. ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു.
എന്താ രസം ഇതുവഴി ഓടിക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ വർഷം വന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താണേലും ഈ മൺസൂണിൽ നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യരുത്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 പക്ഷെ പെട്ടെന്ന് ഇരുട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. ഒരു ദിവസം പോയി സ്റ്റേ അടിക്കണമെന്നൊന്നുമില്ല, ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്നതേ ഉള്ളൂ ഈ ഏരിയ. പിന്നെ നമുക്കിങ്ങനെ തണുപ്പൊക്കെ കൊണ്ട് ആസ്വദിച്ച് കിടക്കാം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇവിടെ സ്റ്റേ അടിക്കുന്നതാണ്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റേ അടിച്ചാൽ മതി. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി സ്റ്റേ ചെയ്യാൻ ഭയങ്കര അഫോർഡബിളാണ്. തണുക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവിടെ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്കൊന്ന് അടിപൊളി വെതറാണെന്നാണ് തോന്നുന്നത്. എന്താ ഭംഗിട്ടാ എൻ്റെ മോന്. ആനയുടെ ബോർഡൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ബോർഡൊക്കെ എടുത്ത് തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. എലിഫന്റ് ക്രോസിംഗ് സോൺ ബോർഡ്. ആന തന്നെ ആവാനാ ചാൻസ്. ഈ മഴക്കാലം ആയതുകൊണ്ട് ആനിമൽസിനെ അങ്ങനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളം എല്ലായിടത്തും കിട്ടുന്ന സ്ഥിതി ആയതുകൊണ്ട്. അറിയില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓടിക്കാൻ. എക്സ്പൾസ് ഇങ്ങനെ ഓടിക്കും തോറും എക്സ്പൾസിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഞാൻ കൂടുതൽ റിവ്യൂ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞാലേ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട്, വണ്ടിക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും കംപ്ലയിൻസ് ഒക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇതുപോലുള്ള യാത്രകൾക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നല്ല ടൂറിങ് കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഈ യാത്രകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് 132 അങ്ങാണ്ടൊക്കെ നമ്മൾ കയറ്റി. കോട പോണ പോക്ക് കണ്ടില്ലേ? എനിക്കറിയില്ല ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന്. എനിക്ക് നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല, അങ്ങ് ഓടിക്കാനാണ് തോന്നുന്നത്. അത്യാവശ്യം മൈലേജും ഉണ്ടെന്ന് തോന്നിട്ടോ വണ്ടിക്ക്. ഞാൻ 500 രൂപയ്ക്ക് പിന്നെ 500 രൂപയ്ക്ക് അടിച്ചപ്പോഴേക്ക് ഫുൾ ടാങ്ക് ആയിരുന്നു. ഇവിടെ ഈ മേഘമല വന്നിട്ട് വല്ല ഫ്യൂവൽ തീർന്നു പോയി കഴിഞ്ഞാൽ പെട്ട് പോകല്ലോ എന്ന് കരുതിയാണ് അടിച്ചത്. എന്താണേലും ഫ്യൂവൽ ടെസ്റ്റ് നമുക്ക് നടത്താം. മൈലേജ് ടെസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള മൈലേജ് ടെസ്റ്റ് നടത്താം. പ്രോപ്പർ ഇൻ ദ സെൻസ് മൗണ്ടൈൻസ് റോഡ്സ് എല്ലാം ഓടിച്ചിട്ടുള്ള ഒരു മൈലേജ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം എന്തായാലും ഇതിൻ്റെ ഇറക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 45+ മൈലേജ് ഇതിനുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അടുത്ത ദിവസം ഓടിച്ച് നോക്കിയിട്ട് പറയാം. പലരും 50 ഒക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് പ്രോപ്പർലി ഒരു ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് തന്നെ നടത്തിയേക്കാം. സീനിക് വ്യൂസ് ആണ് കേട്ടോ. എൻ്റെ മോനെ
എവിടോട്ട് ക്യാമറ വെച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ്. അതുപോലത്തെ ലാൻഡ്സ്കേപ്പാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓ സീൻ. ഇങ്ങനെ വെറുതെ ചുമ്മാ എല്ലാ സ്ഥലത്തും നമുക്ക് നിർത്താൻ തോന്നും, നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നും. അതാണ് മേഘമല വന്നാലുള്ള പ്രശ്നം. കുറച്ച് കിലോമീറ്റേഴ്സേ ഉള്ളൂ, പക്ഷെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ സ്ഥലമൊക്കെ. റോഡൊക്കെ പോകുന്ന കണ്ടില്ലേ ഇങ്ങനെ. അവിടെ കുറേ വീടുകൾ, ഇവിടെ നമ്മുടെ ബൈക്ക്, അവിടെ ഒരു വാട്ടർ ബോഡി, അപ്പുറത്ത് കോട, വേറെ എന്താ വേണ്ടത്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ ഏരിയ എത്തി. ഹൈവേസ് ടൗൺ പഞ്ചായത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ആദ്യം സ്റ്റേ ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചു നോക്കട്ടെ, കിട്ടിയോ കിട്ടിയില്ല എന്ന്. നോർമൽ സെറ്റപ്പാണ്, വലിയ ലക്ഷറി ഒന്നുമില്ല, ജസ്റ്റ് ഉറങ്ങാം അത്രയേ ഉള്ളൂ. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. റൂമുണ്ടാ ഉണ്ടാ? ഓ രക്ഷ. സ്ഥലം ഒരു രക്ഷയില്ലാന്നില്ല, ഒരു രക്ഷയില്ല. അടിപൊളിയല്ലേ? ക്ലൈമറ്റ് കേറി വന്നപ്പോ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇവനിക്ക് ഇപ്പൊ പറയണ എന്താന്ന്, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ സീൻ മാറി. എങ്ങനെയുണ്ട് ഈ നമ്മുടെ വാഗമൺ, പുള്ളിക്കാനം, പിന്നെ മൂന്നാർ, കൊടൈക്കനാലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. ശരിക്കും പറഞ്ഞാല് നമുക്കൊരു കൊടൈക്കനാലും ഒരു വാഗമണും വാൽപ്പാറയും കൂടി മിക്സ് ആയിട്ട് ഒരു മൂന്നാറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽ. അതെ അതെ, ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. കാരണം അത്യാവശ്യം വണ്ടി ഓടിക്കാം, നല്ല സൂപ്പർ റോഡ്, അതാണ്, തിരക്കില്ല ഒട്ടും. അത്യാവശ്യം വണ്ടി എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് നമ്മുടെ തേനി മേഘമല. അപ്പൊ നമുക്കൊരു ചായ കുടിക്കാൻ പോ. ചായ കുടിക്കാം. എങ്ങനെയുണ്ട്? ഇത് പഴയ പോലെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം 2-3 കൊല്ലം മുമ്പ് വന്ന അതേപോലെ ഒരു മാറ്റം ഇല്ലാത്തൊരു സ്ഥലം. പക്ഷെ എത്ര വന്നാലും നല്ല ആ മാറ്റം ഇല്ലാത്ത തന്നെയല്ലേ ഇവിടത്തെ ഭംഗി എന്ന് പറയുന്നത്. അതെ, ഭയങ്കര കോട, ആ ലോക്കൽസ് അവരെല്ലാം നല്ല പെരുമാറ്റമുണ്ട്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഉണ്ടാവില്ല, UPI പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. വരുമ്പോ പൈസ ആയിട്ട് വരണം. അതെ, BSNL കണക്ഷൻ ഉണ്ടെങ്കിലും റേഞ്ച് ഉണ്ടെങ്കിലും ചില സമയത്ത് സ്ലോ ആവും. പൈസ എടുത്തിട്ട് താഴ്ത്തുന്ന പൈസ കയ്യിൽ വെച്ചിട്ട്. അവിടുത്തെ റേറ്റ് ഉണ്ടോ? അയാൾ അമേരിക്കയിൽ ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ട് മേഘമലയെ കുറിച്ച് 2 വാക്ക് പറയൂ. സൂപ്പർ. അത്രേ ഉള്ളൂ. ഒന്നും കാണാൻ പറ്റുന്നില്ല. പുറകില് കിടിലം വ്യൂ ആണ്, പക്ഷെ അതിപ്പോ ഒന്നും കാണാത്ത അവസ്ഥയാണ്. മതി, വേണ്ട പോയേക്കാം, നിർത്തിയേക്കാം.